ഇന്നൊരു ഓപ്ഷൻ ബയേഴ്സിന് ഇത്ര നാൾ വെയിറ്റ് ചെയ്ത് നല്ലൊരു മാർക്കറ്റ് കിട്ടി നിന്നാണ്. ലൈക്ക് ഞാൻ രാവിലെ ശരിക്കും ഞാൻ സെക്കൻഡ് ഹാഫിൽ ട്രേഡ് എടുത്തിട്ടുണ്ടായില്ല. ഫസ്റ്റ് ഹാഫിലാണ് ഫുൾ ട്രേഡ് ചെയ്തത്. അതായത് സെക്കൻഡ് ഹാഫിൽ വലിയൊരു മൂവ് എനിക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റിയില്ല. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ഉണ്ടായത്. ഫസ്റ്റ് ഹാഫിൽ 2 ട്രേഡാണ് എടുത്തത്. മാർക്കറ്റ് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ ബേസിക്കലി ഫുൾ പ്രൈസ് ആക്ഷൻ വെച്ചാണ് എടുത്തത്. ICT കോൺസെപ്റ്റ് ട്രേഡിൽ ജസ്റ്റ് യൂസ് ചെയ്തെന്നുള്ളത്. SL അടിച്ച് പോയി. SL അടിച്ചിട്ട് ടാർഗറ്റ് തന്നിരുന്നു. ട്രേഡിൽ ഞാൻ SL അടിച്ചപ്പോൾ തന്നെ എക്സിറ്റ് ചെയ്തു. അപ്പോൾ ആദ്യത്തെ പ്രൈസ് ആക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഒരു പാറ്റേൺ ഫോം ചെയ്യണ്ടായി. ഒരു ഡിസെൻഡിങ് ട്രയാങ്കിൾ പാറ്റേൺ. ഡിസെൻഡിങ് ട്രയാങ്കിൾ പാറ്റേൺ എന്ന് പറഞ്ഞാൽ ബേസിക്കലി അതൊരു ബെയറിഷ് സിഗ്നലാണ്. അപ്പോൾ അത് ഫേക്ക് ബ്രേക്ക് തന്നു. അത് കഴിഞ്ഞിട്ട് ഈ അടിയിലത്തെ ബേസ്, അടിയിലത്തെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്തപ്പോൾ എൻട്രി എടുത്തു. ചെറിയൊരു എൻട്രി ആയിരുന്നു. ഒരു 14 പോയിന്റ് അത്ര ക്യാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. നിഫ്റ്റിയിലായിരുന്നു 14 പോയിന്റ് അത്ര ക്യാച്ച് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു എനിക്കൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ പോലെ തോന്നി. അത് കഴിഞ്ഞിട്ട് ഒരു ഓർഡർ ബ്ലോക്ക് മാർക്ക് ചെയ്തു. അത് ക്രോസ് ചെയ്ത് വന്നപ്പോൾ ബ്രേക്കർ ബ്ലോക്ക് പോലെ ഞാൻ എൻട്രി എടുത്തിരുന്നു. പക്ഷേ ടാർഗറ്റ് വെച്ച് ശരിയായില്ല. ഈ സ്വിംഗ് ലോൺ ടാർഗറ്റ് വെച്ചായിരുന്നെങ്കിൽ അത് പ്രോഫിറ്റ് ടാർഗറ്റ് അടിച്ചേനെ. ഞാനൊരു അതായത് അതിന് മുമ്പുള്ള ഒരു ലോയിലാണ് ടാർഗറ്റ് വെച്ചിരുന്നത്. അവിടെ വരെ എത്തിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ നിഫ്റ്റിയിലാണ് ട്രേഡ് എടുത്തത്. അതും ഒരു പ്രൈസ് ആക്ഷൻ ട്രേഡ് തന്നെയായിരുന്നു. ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്യണവരെ നോക്കിയിരുന്നു. നല്ലൊരു ബ്രേക്ക് ഔട്ട് വന്നു, നല്ലൊരു പോയിന്റ് വന്നു. അതായത് ഞാൻ ട്രേഡ് എൻ്റർ ചെയ്ത് ഓൾമോസ്റ്റ് 23-ലായിരുന്നു PE എടുത്തത്. ഓൾമോസ്റ്റ് ഫ്ലൈറ്റ് 71 പോയിന്റ്സ് വരെ ഇത് പോയിരുന്നു. ആ ഒരു ട്രേഡ് എനിക്ക് കിട്ടിയത് നല്ലൊരു ട്രേഡായിരുന്നു. അതായിരുന്നു ഇന്ന് എടുത്തത്. അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് ഒരു 1-2:30 ആയപ്പോൾ നല്ലൊരു മൂവ് തന്നിട്ടുണ്ട് മാർക്കറ്റ്. അതൊരു രീതിയിലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ആ ട്രേഡ് ഞാൻ എടുത്തില്ല. പക്ഷെ നമുക്ക് കഴിഞ്ഞ ഒരു കുറച്ച് സെഷൻസ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം, നമുക്കതിൽ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. മാർക്കറ്റ് ഒരു 2:30 ആവുമ്പോൾ മാർക്കറ്റ് നല്ലൊരു മൂവ് തന്നെ ഉണ്ട് എല്ലാ ദിവസവും. അതായത് 445 കഴിഞ്ഞ 29th ഓഗസ്റ്റിൽ തന്ന മൂവാണ്. പിന്നെ അതിന് മുമ്പ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു വലിയ ക്യാൻഡിൽ കാണാം 30th ഓഗസ്റ്റിൽ. ഇന്നലെ ആയാലും അവിടെ ഒരു വലിയ ക്യാൻഡിൽ നമുക്ക് കാണാം 2:42, 2:15, 1:30 ടൈമിൽ. ഇന്നും അതുപോലെ നല്ലൊരു മൂവ്മെന്റ് തന്നിരുന്നു. അപ്പം നമുക്ക് നാളെ അതുപോലത്തെ ഒരു മൂവ് എക്സ്പെക്ട് ചെയ്യാം. ഇന്ന് US മാർക്കറ്റ് കുറച്ച് ഡള്ളാണ്. US മാർക്കറ്റ് എക്കണോമിക് ഡാറ്റയെ ബേസ് ചെയ്ത് ബെയറിഷ് മൂവാണ് തന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നാളെ നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിൽ അഫക്റ്റ് ചെയ്തോന്ന് അറിയാൻ പറ്റില്ല. നാളെ ഇതുപോലെ നോക്കിയിട്ട് ട്രേഡ് എടുക്കുക. അതായത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച് ഒരു പറഞ്ഞ ഈ ടൈം വരെ ഒരു 10:30 മുതൽ അല്ലെങ്കിൽ ഒരു 10:30 to 11 വരെ മാർക്കറ്റ് കൺസോൾട്ടേഷൻ കഴിഞ്ഞിട്ടാണ് ഒരു 11 കഴിഞ്ഞിട്ടാണ് ഒരു നല്ലൊരു മൂവ് തന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ 2 ദിവസമായിട്ട്. അപ്പം നാളെ അങ്ങനെ തന്നെ നോക്കാമെന്നുള്ളത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. നാളെ ഞാൻ പറഞ്ഞുതരാം. മാർക്കറ്റ് നാളെ ഇന്ന് ഇവിടെ അല്ല ക്ലോസ് ചെയ്തത്. നല്ലൊരു ഹൈ തന്നു, പുതിയൊരു ഹൈ മേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. 25,302 ആണ് ഹൈ തന്നിരുന്നത്. മാർക്കറ്റ് നാളെ മിക്കവാറും ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്യാനാണ് ചാൻസ്. നിഫ്റ്റിയിൽ എനിക്കൊരു പഠിച്ചുകൊണ്ട് ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്യാം. അത് ഈ റെസിസ്റ്റൻസിൽ ഓപ്പൺ ചെയ്യാനാണ് പോണത്. 25-245 ഈ ഒരു റെസിസ്റ്റൻസ് ഞാൻ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ടായി. എൻ്റെ ടെലിഗ്രാമിൽ ആ ഒരു റെസിസ്റ്റൻസ് വാച്ച് ചെയ്യാന്നുള്ളത്. എൻ്റെ അടിയിലേക്ക് പോകുന്നതായിരുന്നു എൻ്റെ പ്രഡിക്ഷൻ. പക്ഷേ മാർക്കറ്റ് അവിടെ നല്ലൊരു സപ്പോർട്ട് എടുത്തിട്ടാണ് പിന്നെ ഒരു സ്ട്രോങ് അപ്പ് മൂവ് തന്നത്. അത് ബ്രേക്ക് ചെയ്തില്ല. അവിടെ ഒരു ക്യാൻഡിൽ ക്ലോസ് ഉണ്ടായില്ല. അപ്പോൾ നാളെ ഇവിടെ നിന്ന് ഗ്യാപ്പ് ഡൗൺ ഓപ്പൺ ചെയ്യാൻ സാധ്യതയുണ്ട്. ഇന്നത്തെ US മാർക്കറ്റ് അനുസരിച്ച് ഗ്യാപ്പ് ഡൗണിൽ ഓപ്പൺ ചെയ്തിട്ട് പിന്നെ ഒരു ബുള്ളിഷ് മൂവ് തരാനാണ് ചാൻസ്. അതായത് ഇന്നത്തെ ക്ലോസ് ബ്രേക്ക് ചെയ്ത് ഓൾ ടൈം ഹൈ വരെ എത്താം. ഓൾ ടൈം ഹൈ അല്ല, ഇന്നത്തെ ഹൈയിൽ എത്താം എന്നാണ് എനിക്ക് തോന്നുന്നത്. നാളെ അതനുസരിച്ച് നമുക്ക് ട്രേഡ് എടുക്കാം. നാളെ എന്തായാലും ട്യൂസ്ഡേസ് ഞാൻ പൊതുവെ ട്രേഡ് എടുക്കാറില്ല. എനിക്ക് നല്ലൊരു ദിവസമല്ല ട്യൂസ്ഡേസ് ട്രേഡ് തരാറുള്ളത്. നാളെ എന്തായാലും നമുക്ക് മാർക്കറ്റിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ട് നല്ലൊരു ട്രേഡ് എടുക്കാം. ഓക്കെ, താങ്ക് യു.